Yeah. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഉമ്മയും വാപ്പയും നാട്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും നൗഫിക്കുട്ടിയും ഫ്രൈഡേ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ സാറ്റർഡേ ആണ് നാട്ടിലെത്തിയത്. അപ്പോൾ നമുക്ക് ഉമ്മ പോയിട്ട് 1 മാസമായി. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരാളെയും കൂടെ വിളിച്ച് നമ്മൾ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഉമ്മ പോയിട്ട് 1 മാസമായില്ല. അപ്പോൾ വീട് അടച്ചിട്ടുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രദറും വൈഫും മോനും നാട്ടിലില്ല, അവർ എബ്രോഡാണ്. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അവർ ഉമ്മയും വാപ്പയും നാട്ടിൽ വന്നപ്പോൾ അവർ അവിടെയാണ്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ആയിട്ടാണ് പോയത്. 1 മാസമായില്ലേ വീടൊക്കെ അടച്ചിട്ട് പോയിട്ട്. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പച്ചക്കറികളും പലചരക്കൊക്കെ മേടിച്ചിട്ടാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്രൈഡേ അവിടെ എത്തി എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചിട്ടോ. പിന്നെ പിറ്റേ ദിവസം നമുക്ക് പെൽച്ചയാണല്ലോ, സാറ്റർഡേ നമ്മളുടെ ബറാത്തിൻ്റെ നോമ്പായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫുഡ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞ് സാറ്റർഡേ ഒരു 10:30-11 മണിയാകുമ്പോഴേക്കും വാപ്പിയും ഉമ്മയും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്കൂൾ വർക്കിംഗ് ഡേ ആയിരുന്നു, PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനവിടെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇത് മോന് കുറച്ച് വീഡിയോസ് ഇതിനകത്ത് ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു 12 മണിയായപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. അവരുടെ ലഗേജൊക്കെ ഒന്ന് വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മയും വാപ്പയും നാട്ടിലെത്തി. ഇനി അവർ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും കേട്ടോ. ഉമ്മ വാപ്പ കുറച്ച് മാസങ്ങൾ നാട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് ഉമ്മയ്ക്ക് ഒരുപാട് തവണ പോയിട്ടുണ്ട് കേട്ടോ. വന്നാലും മക്കൾക്ക് പെട്ടി ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറൊരു സന്തോഷമാണ്. എല്ലാവരുടെ വീട്ടിലും അങ്ങനെ കേട്ടോ. ഇവിടെ കാക്കു വന്നാലും എലീനു കാക്കുവിനെ എല്ലാം ഫോക്കസ് ചെയ്യുക, വാപ്പച്ചിയോ പെട്ടി ഓപ്പൺ ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും. അതുപോലെ തന്നെ മക്കൾക്ക് അത് വേറൊരു രസമില്ലേ. നമ്മളുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ. വാപ്പ വരുമ്പോൾ വാപ്പാൻ്റെ പെട്ടി എപ്പോഴാണ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മക്കളും അവർക്ക് പെട്ടിയിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി. അപ്പോൾ അങ്ങനെ അവർ ഉമ്മാനെ കൊണ്ട് പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അവർ വിട്ടുപോയിട്ടു. മക്കൾക്കും നമുക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ നമ്മളുടെ കിച്ചൺ ഐറ്റംസ് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉമ്മ എപ്പോൾ പോയി വരുമ്പോഴും കിച്ചണിലുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. വെറൈറ്റി സാധനങ്ങൾ അവിടുന്ന് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇതിന് മുൻപുള്ള ഉമ്മ വന്ന വീഡിയോസിലൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോ കണ്ടെയ്നർ, അതുപോലെ നമുക്ക് ഉപ്പേരിയും കറികളൊക്കെ ആക്കാൻ പറ്റിയ നല്ല ബോക്സ്, അതിനകത്ത് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവം ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളുടെ കിച്ചണിലൊക്കെ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്താൽ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അത് കത്തിയും അതുപോലെ അതിനുള്ള സ്റ്റാൻഡും ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടെയ്നർ, അതുപോലെ നമ്മളുടെ ബോക്സിലെ ചൂടാറ ബോക്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതൊക്കെ ചെറിയൊരു ഫ്രൈ പാനാണ് കേട്ടോ. കടുക് വറുക്കാനും അതുപോലെ തൂമിക്കാനൊക്കെ പറ്റിയുള്ള ചെറിയ ഫ്രൈ പാന്. അങ്ങനെ ഉമ്മ എപ്പോൾ പോയാലും കിച്ചൺ ഐറ്റംസ് ഒരുപാട് കൊണ്ടുവരാറുണ്ട്. ഇതിന് മുൻപ് കൊടുത്തിട്ടുള്ള നമ്മളുടെ ഗ്ലാസിൻ്റെ കണ്ടെയ്നറൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും സേഫ്റ്റി ആയിട്ട് ഉമ്മക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയിട്ടോ കാണാൻ. നമ്മളുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ പഞ്ചസാര, അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി കണ്ടെയ്നറാണ് കേട്ടോ. അങ്ങനെയാണ് കിച്ചൺ ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ മക്കൾക്ക് മക്കളുടെ
ഉമ്മ കൊടുന്ന സാധനങ്ങൾ കിട്ടിയപ്പോൾ അവർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഇത് വാപ്പാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. വാപ്പ അവിടുന്ന് എപ്പോഴും യൂസ് ചെയ്യുന്ന ഏലക്കായ ഓർഗാനിക്കാണ് കേട്ടോ. ഏലക്കായൻ്റെ ഇത് വെച്ചാണ് ഇവിടെ വാപ്പ ചായ കുടിക്കാറ്. പിന്നെ ഒരു നല്ലൊരു വെറൈറ്റി ഒരു പോട്ട് ഉണ്ടായിരുന്നുണ്ട്, നല്ല അടിപൊളി ലിഡൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉമ്മ വന്ന വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്. Yeah.